ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് മറ്റന്നാളാണ് പെരുന്നാൾ. അപ്പോൾ അതിനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിന് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ ചോയ്സിലാണ് അതിന് മുന്നേ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. ഞങ്ങൾ ഓൾറെഡി മന്ത്ലി എൻഡൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ഷോപ്പ് ചെയ്യൽ. അപ്പോൾ ഇതിനും ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതിൻ്റെ ഒക്കെയാണ്. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിവിടെ. പിന്നെ നമ്മൾ 2 പാർട്ടായിട്ടേക്ക് വിടുക. ഇന്ന് നാളെ ഉണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും ടൈം തികയൂല. അപ്പോൾ നാളെയും ഉണ്ടാവും. നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന വേറെ വ്ളോഗുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് മാത്രം അവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം ചോയ്സൊക്കെ നടക്കാനുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് നടക്കാൻ. ഈ നടക്കുന്നവർ തന്നെ കുറേ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. ഈ വഴിയോരത്ത് വിൽക്കുന്നവർ കുറേ പച്ചക്കറിയും അതും ഇതുമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്കൊക്കെ. ഫുഡ് ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇനി ചോയ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഇവിടുത്തെ ചോയ് കപ്പ് അല്ലെങ്കിൽ ചോയ് ബൗള്, ടീ ബൗള് ഒക്കെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. ഇവരുടെ കൾച്ചറിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ചോയ്സ് ബസാറും അതുപോലെ തന്നെയാണ്. ഈ ടീ ബൗള് തിരിച്ച് വെച്ചിട്ട് അതിനുള്ളിൽ ഒരുപാട് ഷോപ്പ്, അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ്. ഇതാണ് നമ്മളുടെ ചോയ്സ് ബസാർ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലുള്ള പോലെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോയ്സ് ബസാറിൻ്റെ എൻട്രൻസ്. പിന്നെ ഇവിടുത്തെ ഒരു കടയിലും കാർഡ് എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചോയ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാർഡിൽ നിന്ന് ക്യാഷ് എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് എടുക്കും. ഇവിടെ ഫുൾ ലക്ഷങ്ങളെ കളി മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ അറിയാമല്ലോ ഇവിടുത്തെ കറൻസി എങ്ങനെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ATM ക്യാഷ് എടുത്ത്, ഇവിടെ ATM ക്യാഷ് എടുക്കുമ്പോൾ കുറച്ച് ടാക്സ് ഒക്കെ പോകും കേട്ടോ, കാരണം നമ്മൾ ഇന്ത്യൻ കാർഡല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇത്. നമ്മുടെ നാട്ടിൽ അത്ര പെട്ടെന്ന് കാണാനൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ചോയ്സിൻ്റെ എൻട്രൻസൊക്കെ കയറി. ഇവിടെ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പിലിട്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ പേരക്ക, മാങ്ങ അങ്ങനത്തെ ഒന്നും കിട്ടൂല. ഇവിടെ എന്തൊക്കെയോ തക്കാളി അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ അങ്ങനെ പറ്റാത്ത ഉപ്പിലിട്ടതാണ്. പക്ഷെ നല്ല സ്മെല്ലാണ്. നമ്മൾ വിചാരിക്കും സ്മെല്ല് കേട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന്, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഈ ചോയ്സ് ബസാറിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല ക്രൗഡഡ് ആയിരിക്കും. അതിപ്പോൾ പെരുന്നാളായതുകൊണ്ടൊന്നല്ല, എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ കടകൾ, കുഞ്ഞു കുഞ്ഞു കടകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അടുത്തടുത്താണ്. ആകെ ഒന്നോ രണ്ടോ ആൾക്ക് നടക്കാനുള്ള ദൂരം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന എല്ലാ പൊടികളും കഴിഞ്ഞിരിക്കണ്. അപ്പോൾ മെയിനായിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോയ്സൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ കടയിൽ എത്രയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ പൊടികളുടെ. അപ്പോൾ ഓരോ കടയിൽ ചോദിച്ചിട്ട് നമ്മൾ എത്ര പൈസ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ സാധനം മേടിക്കുക. അപ്പോൾ ഇവിടുന്ന് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡ്. ഇതിൻ്റെ പുറത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് നിന്നിട്ടാണ് ഈ ചോയ്സ് ബസാറുള്ളത്. ഇതിൻ്റെ പുറത്ത് കുറേ പച്ചക്കറി കട, പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറേ ഡ്രസ്സിൻ്റെ, അങ്ങനെ എല്ലാതും കൂടിയാണ് ഈ ചോയ്സ് ബസാറിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്നാണ് മുളക് പൊടിയും എല്ലാ സാധനങ്ങളും മേടിച്ചത്. ഇവിടെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ മുളക് പൊടി, കറാമ്പട്ട, കുരുമുളക് പൊടി വെച്ച് ബാക്കിയുള്ള എല്ലാ അതും ഇവിടെ നിന്നാണ് മേടിച്ചത്. ഹദിയാണ് പറഞ്ഞു. ഹദിയ എന്ന് പറഞ്ഞിട്ട് തന്നതാ. എന്താ ഇതിന്റെ മീനിങ് നമുക്കറിയില്ല. എല്ലാ കടയിലും പോയി കണ്ട് കുറച്ച് നമുക്ക് എടുക്കാം. നമ്മളിവിടെ എന്താ ചെയ്യുക വെച്ചാൽ 3 ആള് 3 ഷോപ്പിൽ കയറും. എന്നിട്ട് ഒരേ സാധനത്തിന് എന്താ റേറ്റ് ചോദിക്കും. എന്നിട്ട് ഏറ്റവും കുറവ് വിടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് തരും. പക്ഷെ ആദ്യം തന്നെ നമ്മളോട് കൂട്ടി പറഞ്ഞിട്ട് അത് കുറച്ചറിയും.
അങ്ങനെ ഞങ്ങൾ പിന്നെ മന്തിക്കുള്ള സാധനങ്ങൾ മേടിക്കലായി. പച്ചക്കറി സാധനങ്ങളൊക്കെ, മല്ലിച്ചപ്പം, കുറേ സംഭവങ്ങളൊക്കെ നല്ല ബൾക്കായിട്ട് തന്നെ മേടിച്ചു. കാരണം നമ്മുടെ അവിടെ നല്ല റേറ്റ് ആണ്. പിന്നെ ഇവിടുത്തെ വറ്റൽമുളക് ഇങ്ങനെ ഇട്ടോ കിട്ടുക, ഒരു മാലയിൽ തൂക്കിയിട്ട് ഒരു മാലയ്ക്ക് 10 എന്നുള്ള രീതിയിലാണ് ഇവിടെ വറ്റൽമുളക് കിട്ടുക. പിന്നെ ഇത് ഫിദന്റെ കുറേ ഷോഫാണ് നാരങ്ങ പിടിച്ചിട്ടുള്ളത്. പിന്നെ പെരുന്നാൾക്ക് ശേഷമുള്ള കുറേ സാധനങ്ങൾ മേടിച്ച്, നമുക്ക് കോളിഫ്ലവർ വേണം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ മേടിച്ചു. ഇത് ക്യാബേജ് അല്ല, ക്യാബേജ് അല്ല, കോളിഫ്ലവർ. 5,000 ആണ് കോളിഫ്ലവർ. അത്ര വേണ്ട. ഒരു കോളിഫ്ലവർ നമ്മൾ വാങ്ങില്ല 5,000 റുപ്യക്കാണ്. ഇവിടെ കോളിഫ്ലവറിന് 15,000 പോയി. നമ്മൾ വാങ്ങൂല, നമ്മൾ അടുത്ത ഷോപ്പ് പോവാ. കഞ്ച 100 gram, peut-être ici. 100 gram. നമ്മൾ പറയുന്നത് അയാൾക്ക് മനസ്സിലായില്ല, അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടുന്നാണ് ഞങ്ങൾ കുരുമുളക് പൊടി മേടിച്ചത്. ഞങ്ങൾ പല കടയിലും പോയി നോക്കിയപ്പോൾ കുരുമുളകിന് തീരെ വീര്യമില്ലാത്ത പോലെ, തീരെ സ്മെല്ലൊന്നും ഇല്ലാത്ത പോലെ തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ കുരുമുളക് മണത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല, ഇവിടുന്ന് സാധനം മേടിച്ച് ഒരു 100 ഗ്രാമാണ് മേടിച്ചത്. അത്യാവശ്യം ഇവിടുത്തെ സ്പൈസസിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ആളെന്തിനാ പൈസ എടുത്ത് കാണിച്ചു തരണമെന്ന് വെച്ചാൽ, നമുക്ക് ഉസ്ബക്കും അറിയില്ല, ആൾക്ക് ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ആളിങ്ങനെയാണ് കാണിച്ചു തരിക. എത്ര പൈസയാണ് നമുക്ക് ആൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആളെ പൈസ എടുത്ത് കാണിച്ചു തരും, ഇത്രയാണ് വേണ്ടതെന്ന് പറയും. അങ്ങനെയാണ് ഇയാളെടുത്ത് നമ്മൾ സാധനം മേടിച്ചത്. അങ്ങനെ മന്തിൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചതിന് ശേഷം ഞങ്ങൾ സ്വീറ്റ്സിൻ്റെ അവിടേക്ക് പോയി. വെറുതെ അവിടെ കുറേ ക്രൗഡ് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് പോയതാണ്. അവിടെ അത്യാവശ്യം കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് നമുക്ക് അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ ചോയ്സിൽ ഇത്രയും സ്വീറ്റ്സ് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഫെസ്റ്റിവലോ അല്ലെങ്കിൽ പെരുന്നാളായതുകൊണ്ടോ ആയിരിക്കും നല്ല കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പല ടൈപ്പുള്ളുണ്ടായിരുന്നു. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും ശരിക്കും മനസ്സിലാവണില്ല. പിന്നെ കുറേ കാൻഡി ടൈപ്പ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കൂ, ഓരോ ആകൃതിയിൽ കാൻഡികൾ കുറേ ടൈപ്പ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് കാൻഡീസ് ഉണ്ട്. നമ്മൾ നോമ്പില്ലായിരുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ടേസ്റ്റിയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയേനു. നമ്മളെ നാട്ടിലെ പോലെ ഫുൾ ഹാമ്പറാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം മുട്ടായി വേറെ ഉണ്ട് കുറേ. അവിടെ കണ്ടിനി. അതന്നെ ഇത് എള്ളാണ്, എള്ള. ഇവിടെ വേറെ ഇതൊക്കെ മധുരമുള്ള ഐറ്റംസ്. പിന്നെ ഇതൊക്കെ സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഓരോ പാത്രത്തിൻ്റെ ആകൃതിയിൽ കുറേ സ്വീറ്റ്സ് ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്താണ് കുറേ ഡ്രസ്സ്, കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ വലിയൊരു ഗോഡൗൺ പോലെ കുറേ ഡ്രസ്സ്, ഫാൻസി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഒരു സൺസ്ക്രീൻ മേടിക്കാനുണ്ടായിരുന്നു. കാരണം ഇനി ഇവിടെ സമ്മറാണ് വരുന്നത്, അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഇത്രയും കാലം ഇങ്ങനെ സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇനി വേണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഓരോ കടയിൽ കയറി ഞങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനൊക്കെ പൈസ ഒക്കെ ചോദിച്ച് കുറേ ടോയ്സ് ഒക്കെ എടുത്ത് നോക്കി. അതിൻ്റെ ഒക്കെ പൈസ ചോദിച്ച് കുറേ നേരം നിൽക്കും. നമ്മളെ ഓരോ ഇന്ത്യൻസ് അങ്ങനെയാണല്ലോ, ഒന്നും വേണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ പൈസ ചോദിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നല്ല വിലക്കുറവിലൊരു സ്ട്രെയിറ്റ്നർ കണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച്, വേണ്ടിയിട്ടെന്നല്ല എന്നാലും നല്ല വിലക്കുറവിൽ കണ്ടപ്പോൾ ജസ്റ്റ് പൈസ ഒക്കെ ചോദിച്ച് അവരെ കൊണ്ട് എടുത്ത് കാണിപ്പിച്ചൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഞങ്ങൾ പതുക്കെ സ്കൂട്ടായി. Hi, good. Chiragi. ഫുള്ള് ഇവിടുത്തെ ഉസ്ബെക്ക് ട്രഡീഷൻ ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ ഉള്ള കടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്മൽ നോക്കാൻ വേണ്ടി കയറി. ഈ കാണുന്ന കമ്മലിനൊക്കെ നല്ല റേറ്റാണ് ഇവിടെ. 1 ലാഖിൻ്റെ അപ്പുറത്തേക്കൊക്കെ. അതിനുശേഷം ഞങ്ങൾ മെഹന്തി മേടിക്കാനാണ് പോയത്. അറിയാലോ, പെരുന്നാൾക്കുള്ള മെയിൻ ഐറ്റം. ഹായ് 10,000. 10. Name? What's your name? What is your name? My name is Abdul Malik. Abdul Malik.
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും ചിക്കന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ചിക്കന് എഗ്ഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൈസ ATM പോയിട്ട് പൈസ എടുത്ത് നേരത്തെ കാർഡ് വരയ്ക്കുന്നില്ലേനും ക്ഷീണിച്ചോ? സാധനങ്ങളൊക്കെ വാങ്ങി. ബാഗിലൊക്കെ സാധനങ്ങളാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുക. അത്യാവശ്യം നല്ല ക്ഷീണിച്ചിരിക്കണ്, കാരണം കുറേ അലഞ്ഞ് നടന്നാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ എത്താറായി. ഹോസ്റ്റലിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവിടേക്ക് കയറുമ്പോൾ ഫേസ് ഐഡിയും സ്റ്റുഡൻ്റ് ഐഡിയും ഒക്കെ നല്ല നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി. നാളെ ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാണ്ട് ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തല്ല കുറച്ച് ദൂരമുള്ള ചിലാൻസറിൽ. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.